ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ കാ കേ കീയുടെ പ്രയോഗമാണ് പഠിപ്പിക്കുന്നത്. കാ കേ കീ എന്ന് വെച്ചാൽ മലയാളത്തിലെ ഇന്ത്യയുടെ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ഓഫ് എന്ന് പറയും. ഹിന്ദി സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്ക് കാ കേ കീയുടെ പ്രയോഗം അറിഞ്ഞിരിക്കണം. ഇത് പ്രിപ്പോസിഷനാണ്. ഹിന്ദിയിൽ കാരക് എന്ന് പറയും. ഈ സെൻറ്റൻസ് നോക്കൂ. വഹ് രമ കാ ഭായി ഹേ. ഇവിടെ ഈ സെൻറ്റൻസിൽ തന്നെ കാ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കാ എഴുതിയത്? ഭായി പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് നമ്മുടെ കാ എന്ന് എഴുതിയത്. ഈ സെൻറ്റൻസ് നോക്കൂ. വഹ് രാം കി ബഹൻ ഹേ. ഈ സെൻറ്റൻസിൽ കി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ കി എന്ന് എഴുതിയത്? ബഹൻ സിസ്റ്റർ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ഇവിടെ കി എഴുതിയത്. വി രാജു കി പിതാജി ഹേ. പിതാജി പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് കായല്ല നമ്മളിവിടെ എഴുതിയത്, കെ ആണ് എഴുതിയത്. ഇതിൻ്റെ കാരണം പിതാജി എന്ന് പറയുന്നത് റെസ്പെക്ട് പേഴ്സൺ ആണ്, അതുകൊണ്ട് പുല്ലിംഗ ബഹുവചനത്തിൽ എഴുതാവൂ. ഇവിടെ വേ രാജു കി പിതാജി ഹേ എന്ന് എഴുതാവൂ. വേ മീര കി മാം ഹേ. അമ്മ റെസ്പെക്ട് പേഴ്സൺ ആയതുകൊണ്ട് ഇവിടെ കെ അല്ല നമ്മൾ ചേർത്തത്, കി ആണ് ചേർത്തത്. പിതാജിക്ക് റെസ്പെക്ട് പേഴ്സൺ എന്ന് പറഞ്ഞ് കെ ചേർത്തു, ഇവിടെ കി ആണ് എഴുതിയത്. എന്താ കാരണം? മാം എന്നുള്ള സ്ത്രീലിംഗ ശബ്ദമാണ്. സ്ത്രീലിംഗ ഏകവചനവും ബഹുവചനവും ആയാലും കി ആണ് എഴുതേണ്ടത്. അതാണ് വേ മീര കി മാം ഹേ എന്ന് വന്നത്. ഈ സെൻറ്റൻസ് നോക്കൂ. മീര കി ബഹൻ ഏക അധ്യാപിക ഹേ. ഗോപാൽ കെ പിതാജി ഏക കിസാൻ ഹേ. ഗംഗ കാ ഭായി ഏക ഡോക്ടർ ഹേ. ഇനി നിങ്ങൾക്ക് കാ കേ കീയുടെ എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ. ഇനി തെറ്റുകൂടാതെ എഴുതുക. താങ്ക് യു.